കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ മണ്ണൊന്നും ഞാനും കൊണ്ടുപോകില്ല. കാരണം കൊണ്ടുവന്നിട്ടില്ല. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പം ഒരു നൂല് പോലും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ടും തിരിച്ചു പോകുമ്പോ എന്നെ ഒരു തുണി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ എന്റെ ഔറത്ത് കാണാണ്ടിരിക്കാനാ. 500-1000 രൂപന്റെ ഈ ദുനിയാവിലെ ചെറിയ പോറത്തുണി അല്ലാത്തതൊന്നും ഈ ദുനിയാവൊന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ദുനിയാവിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കരുത്. അതെപ്പോഴും അവസാനിക്കും. ഈത്തപ്പന ഓലയിൽ കിടന്ന് പുറമാകെ പൊളിഞ്ഞ് ചുവന്ന പാട് കണ്ടപ്പം അള്ളാന്റെ ഹബീബിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നില്ലേ, റസൂലേ, ഞാൻ നിങ്ങൾക്കൊരു നല്ല ഈത്തപ്പന കിടക്കുണ്ടാക്കി തരട്ടെ? അള്ളാഹുവിന്റെ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, ഉമറേ, നമ്മൾ ഈ ദുനിയാവിൽ ഒരു പരദേശിയാ. നമ്മളെക്കാൾ സ്വത്തുള്ളവര്, നമ്മളെക്കാൾ പൂതി വെച്ച് ജീവിച്ചവര്. പക്ഷെ അവരൊക്കെ ഈ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പം ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പടച്ചോൻ ഈ ദുനിയാവിൽ ഒരു വിദേശിയുടെ, ഒരു യാത്രക്കാരന്റെ പദവി മാത്രമേ ഇരിക്കും തന്നിട്ടുള്ളൂ. അള്ളാന്റെ ഹബീബിന് പോലും പടച്ചോൻ കൊടുത്ത 63 കൊല്ല.